ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡകൾ സഹിച്ച് മരിച്ചതിനെ അനുസ്മരിക്കുന്ന ദിനമാണെന്ന്. ഏറെ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ഈ ദിവസത്തിൽ നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ സമയം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇന്നത്തെ നാം വിചിന്തനത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഗെത്സമനി തോട്ടത്തിൽ യേശു രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ചു. ആ നാള് നീസാൻ മാസം പൗർണമിയാണ്. നീസാൻ മാസം പൗർണമിയിലാണ് പെസഹ ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലെങ്ങും പ്രകാശമാണ്. അങ്ങനെ എല്ലായിടത്തും പ്രകാശമുള്ള ഒരു സമയത്ത് പന്തവും വടിവാളുമായി ശത്രുക്കൾ യേശുവിനെ പിടിക്കാനായി വരുന്നു. എന്തായിരുന്നു അതിൻ്റെ സൂചന? പരസ്പരം എല്ലാവർക്കും മുഖം പോലും കാണാൻ കഴിയുന്ന രീതിയാണ് ആ രാത്രിയുടെ പ്രത്യേകത. നല്ല വെളിച്ചമാണ്. എന്നിട്ടും അവർ പന്തവുമായി വന്ന് ക്രിസ്തുവിനെ പിടിക്കാനായി എത്തി. പ്രിയമുള്ളവരെ, ഇതുതന്നെ വലിയൊരു സൂചനയാണ്. പ്രകാശമുള്ള ക്രിസ്തുവിനെ കാണാൻ അന്ധകാരത്തിലുള്ള മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ പിടിക്കാനായി പന്തവുമായി വന്നു. അങ്ങനെ ക്രിസ്തുവിനെ പിടിക്കാനായി വന്നു നിൽക്കുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കണക്കല്ല, മറിച്ച് വേട്ടക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇരയെ കണക്കല്ല, മറിച്ച് പ്രജകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സുൽത്താനെ കണക്കാണ് ക്രിസ്തു മരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് അവൻ കുടഞ്ഞു മാറിയില്ല. അന്ന് അവൻ ഓടി ഒളിച്ചില്ല. അന്ന് അവൻ അവരുടെ മുമ്പിൽ ജയഘോഷത്തോടെ മരണത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ക്രിസ്തു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായന യേശുവിനെ. അത് ഞാൻ തന്നെ. എത്ര ഗൗരവത്തോടെയാണ്, എത്ര നിർവൃതിയോടെയാണ് ക്രിസ്തു മരണത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് വെറുതെ ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത്രത്തോളം ക്രിസ്തു മരണത്തെ ധൈര്യപൂർവ്വം നേരിട്ട സമയത്താണ് പത്രോസ് ഉറയിലെ വാളെടുത്ത് ഒരു സേവകൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞത്. തീർച്ചയായിട്ടും ഒരു സാഹചര്യ പശ്ചാത്തലം വെച്ച് നമുക്ക് മനസ്സിലാകും, ഒരാളും വാളെടുത്ത് വെട്ടുന്നത് ചെവിയിലായിരിക്കില്ലല്ലോ, കഴുത്തിലായിരിക്കുമല്ലോ. അങ്ങനെ കഴുത്ത് വെട്ടാൻ ശ്രമിച്ച ഒരു പത്രോസിൻ്റെ ശ്രമത്തിനിടയിൽ ക്രിസ്തു വല്ലാണ്ട് പിടഞ്ഞു പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 വർഷക്കാലം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാഠം പഠിപ്പിച്ച പൊന്നു തമ്പുരാൻ തൻ്റെ പ്രിയ ശിഷ്യൻ്റെ അരയിൽ ഒരു വാളുള്ള കാര്യം അറിയാതെ പോയി. എല്ലാ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠം പഠിപ്പിക്കുമ്പോഴും പത്രോസിൻ്റെ പുറകിൽ ക്രിസ്തു അറിയാത്ത ഒരു വാളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യന് ഒരിക്കലും നിരക്കാത്ത ഒന്നാണ് ക്രിസ്തു അറിയാതെ സൂക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും. അത് ക്രിസ്തുവിന് ചേരുന്നതല്ല. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, വാൾ ഉറയിലിടുക. അത് ഉയർത്തേണ്ട യോഗ്യത നിനക്കില്ല, കാരണം നീ ക്രിസ്തു ശിഷ്യനാണ്. ഇങ്ങനെ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളൊക്കെ ധ്യാനിക്കേണ്ടത്, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ക്രിസ്തുവിന് നിരക്കാത്ത എന്തെങ്കിലും നമ്മുടെ അരയിലുണ്ടോ? ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടും ക്രിസ്തുവിന് ചേരാത്ത എന്തെങ്കിലും നാം കൊണ്ട് നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു യാത്രക്കിടയിൽ കൂടെയുള്ളവരൊക്കെ പോകാൻ പറഞ്ഞിട്ട് ക്രിസ്തു ജയഘോഷത്തോടെ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4 കോടതി മുറികളിലാണ് ക്രിസ്തുവിനെ ചോദ്യം ചെയ്തത്. കയ്യഫാസിൽ നിന്ന് അന്നാസിലേക്ക്, അന്നാസിൽ നിന്ന് പീലാത്തോസിലേക്ക്, പിന്നീട് ഹെറോദേസിലേക്ക്. ഇങ്ങനെ ഒരു രാത്രി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത നിയമങ്ങൾക്കിടയിലും അവനെ അവർ ആ രാത്രി ചോദ്യം ചെയ്തു. അങ്ങനെ പീലാത്തോസിന് പോലും നിസ്സഹായ തോന്നുന്ന രീതിയിൽ ക്രിസ്തു വിചാരണയിൽ നിൽക്കുമ്പോൾ അവസാനം പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ പറയുന്ന ഒരു വാക്കുണ്ട്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ കാരണം ഉറക്കത്തിൽ ഞാൻ വല്ലാണ്ട് ക്ലേശിച്ചു. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്കുള്ളൊരു സൂചനയാണിത്. ചോദ്യം ചെയ്യപ്പെടുന്നത് ക്രിസ്തുവാണ്, ചോദ്യം ചെയ്യുന്നത് പീലാത്തോസാണ്. പക്ഷേ ഒരു അരമനയ്ക്ക് അപ്പുറത്തെ വശത്ത് സുഖമായി കിടന്നുറങ്ങുന്ന ഉറക്കം നഷ്ടപ്പെട്ടത് ക്ലോഡിയയ്ക്കാണ്. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യർ ചെയ്യുന്ന അനർത്ഥങ്ങളിലും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവിടെ ഉറക്കം നഷ്ടപ്പെടുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ അവിടെ നൽകുന്നുണ്ട്. അങ്ങനെ യേശു വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് ക്ലോഡിയ ആ ഉറക്കത്തിൽ നിന്ന് വല്ലാണ്ട് കുടഞ്ഞെഴുന്നേൽക്കുന്നു. ഇതും നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അനർത്ഥങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ ക്രിസ്തു ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അവസാനം പീലാത്തോസ് കൈ കഴുകി, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അങ്ങനെ പറയാതിരിക്കാൻ പീലാത്തോസിന് കഴിയില്ല. കാരണം പീലാത്തോസ് ആ രക്തത്തിൽ ഒരു തെറ്റും കണ്ടില്ല. അപ്പോൾ ജനം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേൽ തെളിക്കപ്പെടട്ടെ. ഈ വാക്കിന് ഒരർത്ഥമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഈ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും തെളിക്കപ്പെടട്ടെ. അതായത് ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ജനങ്ങളുടെ മേൽ തെളിച്ചാണ് പാപം മോചിക്കപ്പെടുന്നത്. ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു, ഈ കുഞ്ഞാടിൻ്റെ രക്തം, ഈ നിഷ്കളങ്ക രക്തം, ഈ പാപമില്ലാത്ത കുറവില്ലാത്തവൻ്റെ രക്തം,
ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും തെളിക്കപ്പെടട്ടെ. അങ്ങനെ പാപമില്ലാത്ത, പാപത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാകട്ടെ. അത് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മരണം അത് രക്ഷയുടെ കാരണമാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരിടത്തെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അങ്ങനെ കാലത്തിൻ്റെ നിയോഗം പോലെ പുത്രൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ദൈവപുത്രൻ കാൽവരി മല ചവിട്ടിക്കയറി 3 ആണികളിൽ പിടഞ്ഞ് ഈ ഭൂമിയോട് വിട പറയുന്ന അവസാന നിമിഷം. ആ സമയം സ്വർഗത്തെ നോക്കി അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എല്ലാവരും പലപ്പോഴും വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളത് ഇത് അവസാനത്തെ വേദനയുടെ നിലവിളി എന്നാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകമാണ്. സങ്കീർത്തനം പുസ്തകത്തിലെ വലിയൊരു പ്രാർത്ഥനയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നുള്ള വചനം. പ്രിയമുള്ളവരെ, കാര്യങ്ങളൊക്കെ ഒരു തെളിച്ചം കിട്ടുന്നില്ലേ? ക്രിസ്തു അവസാന നിമിഷം പോലും പിതാവിനോട് പ്രാർത്ഥിച്ച് കടന്നുപോയി എന്ന് പറയുന്നതാണ് ശരി. അവസാനം ക്രിസ്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ അവർ മീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് മീറ കലർത്തിയ വീഞ്ഞിൻ്റെ പ്രത്യേകത? അത് ലഹരി കൂടിയ വീഞ്ഞാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ അല്പം ക്രൂരത കൂടിപ്പോയി എന്ന് ശത്രുക്കൾക്ക് പോലും തോന്നിപ്പോയൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലാണ് മീറ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തത്. അതായത് ലഹരി കൂടിയ വീഞ്ഞ് കുടിക്കുമ്പോൾ വേദന അറിയാതെ അവൻ മരിച്ചു പോകട്ടെ എന്ന് അവർ ചിന്തിച്ചു. പക്ഷേ യേശു അത് സ്വീകരിച്ചില്ല. ഒരു സഹനങ്ങളും ക്രിസ്തു ഈ ഭൂമിയിൽ മാറ്റിവെച്ചിട്ടില്ല. എല്ലാ സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഒന്നും അവന് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ എല്ലാ സഹനങ്ങളെ ഏറ്റുവാങ്ങി മനുഷ്യപുത്രൻ ഭൂമിയോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, കുരിശുമരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ സഹനങ്ങളുടെ മുമ്പിലും സന്തോഷത്തോടെ സ്വീകരിച്ച, വേദനകളെ ആനന്ദത്തോടെ പങ്കുചേർന്ന ദൈവപുത്രൻ്റെ ജീവിത രഹസ്യമാണ്. ആ ജീവിത രഹസ്യത്തിൽ ഇന്ന് നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകുന്ന എല്ലാ വേദനകൾക്കും സങ്കടങ്ങൾക്കുമിടയിൽ ഒരു കുരിശുമരണം സാധ്യമാണെന്നും അതിന് ഒരു 3 ദിവസത്തെ കാത്തിരിപ്പിന് വേണ്ടി ഒരുക്കമാണെന്നുമെന്ന് ചിന്ത ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകനേ, നീ മാന്യനായിടുവാ. മകളേ, മകളേ, നീ മാന്യയായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോര തുള്ളിയായി വീഴുന്നു. നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിലേറ്റി
ശിരസുയരുവാനല്ലയോ ചുടുചോര തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു കള്ളന്മാർ നടുവിൽ കിടന്നത് നിന്നെ ഉയർത്തുവാനല്ലയോ മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ കള്ളന്മാർ നടുവിൽ കിടന്നത് നിന്നെ ഉയർത്തുവാനല്ലയോ മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകളേ